നാണം കിട്ടു. ശരിക്കും തൊലി ഉരിഞ്ഞു പോവും. ഇങ്ങനൊരു പെരുമാറ്റം അമ്മയും പ്രതീക്ഷ കാണില്ല. പാവം അമ്മ വിഷമിച്ച് നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? ഐശ്വര്യ, നീ വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട. അവരുടെ എല്ലാവരുടെയും പെരുമാറ്റത്തിൽ എന്തായിരുന്നു പ്രശ്നം? സ്നേഹത്തോടെ അവരെല്ലാം ഞങ്ങളെ സ്വീകരിച്ചത്. അമൃതയെടുത്തി അങ്ങനെ പറയൂ. പക്ഷേ മൊത്തത്തിൽ ഒരു കൾച്ചറൽ സെറ്റപ്പ് പറയാതിരിക്കാൻ വയ്യ. എനിക്കും അമൃതയെടുത്തിക്കൊന്നും ആ വേദന മനസ്സിലാവില്ല. ഒരമ്മയ്ക്കേ അത് ഫീൽ ചെയ്യൂ. ഇത്രയും വലിയൊരു വീട്ടില് അങ്ങനെ ഒരു കൾച്ചറിൽ വളർന്ന സ്വന്തം മകൻ അവിടെ അത്രയും ദയനീയ അവസ്ഥയില് ഓർക്കാനേ വയ്യ. പിന്നെ ആ വീടിന്റെ കോലം അമൃതയെടുത്തും കണ്ടതല്ലേ? ആക്കി കിടക്കുന്ന റൂമും അതിന്റെ വൃത്തിയും കാലിത്തൊഴുത്തേ ഇതിനേക്കാള് ഭേദമാ. പിന്നെ ഫുഡിന്റെ കാര്യം അത് പറയാതിരിക്കുന്നതാ നല്ലത്. നമ്മുടെ അകിക്ക് കൊടുത്തതേ കഞ്ഞിയും പയറും ചമ്മന്തിയും ചുട്ട പപ്പടമൊക്കെയാ. ഇതൊക്കെ അവൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ആവോ? പിന്നെ പനി പിടിച്ചിരിക്കുന്നവർക്ക് കഞ്ഞിയും ചമ്മന്തിയും തന്നെയല്ലേ കൊടുക്കേണ്ടേ? പനിയെന്നും പറഞ്ഞ് സദാസമയവും കഞ്ഞി കുടിച്ചാലേ ഒടുവിൽ എഴുന്നേറ്റ് നടക്കില്ല. അതൊരു പുതിയ അറിവാണല്ലോ. വെറുതെ ഐശ്വര്യ കുറ്റം പറയാൻ നിൽക്കണ്ട. എല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇവിടെ ഈ വീട്ടിൽ നിന്നും യാതൊരു കാരണവുമില്ലാതെ ഞാൻ ശ്യാമയെ ആട്ടിപ്പുറത്താക്കി അല്ലേ? അതാണല്ലോ നിങ്ങളുടെയൊക്കെ പരാതി. എന്നാലേ നമ്മുടെ ഈ കുടുംബം തകർക്കാൻ നടക്കുന്ന അവളെ ഞാൻ അവിടെ വെച്ച് കണ്ടു. ശ്യാമ ഇപ്പോഴും അവളുമായിട്ട് നല്ല അടുപ്പത്തില. ഞാൻ മാത്രമല്ല, ദേ അമൃതയും ഐശ്വര്യയും അവളെ ആ വീട്ടിൽ വെച്ച് കണ്ടതാ. എന്റെ കുടുംബം തകർക്കാൻ നടക്കുന്ന അശ്വതിയെ. അമ്മ പറയുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവളെ എനിക്കൊന്ന് കാട്ടി തന്നാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അവളെ ഇന്ന് ഞാൻ കണ്ടു. ഇനി അവളെ കാണുന്ന ആ നിമിഷം ഞാൻ അരുണിനെ അറിയിച്ചിരിക്കും, ഉറപ്പ്. ഐശ്വര്യ, ഇവിടിപ്പോ അതല്ലല്ലോ വിഷയം. അക്കിക്ക് സുഖമില്ലാത്തല്ലേ? പനി കുറവുണ്ടോ? ഹോസ്പിറ്റലിൽ പോയോ? അതറിയാനാ ഞങ്ങളല്ല അവിടെ നിൽക്കുന്നേ. ഞങ്ങളല്ല, ഏട്ടൻ. ഏട്ടൻ വെറുതെ വിഷയം മാറ്റാൻ നിൽക്കണ്ട. ഞാനവളെ ഇവിടെ ചിലരുടെ ജീവിതം തകർക്കാൻ നോക്കുന്ന അവളെ കണ്ടെത്തുന്ന അന്ന് എനിക്ക് ഏട്ടനോടും ചിലത് പറയാനുണ്ട്. നിങ്ങൾ അതും ഇതും പറഞ്ഞ് സമയം കളയാതെ ഇപ്പൊ അകിക്ക് എങ്ങനെയുണ്ട് അത് പറ. ഈ വീട്ടിൽ എന്റെ അടുത്തെത്തിയാൽ എന്റെ അഖിയുടെ അസുഖം എല്ലാം മാറും. അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ അവനെ കൂട്ടിക്കൊണ്ടുവരാമായിരുന്നില്ലേ? അതെങ്ങനെയാ? അവൾ അവനെ പിടിച്ചടക്കി വെച്ചിരിക്കല്ലേ. അപ്പൊ അവളെയും കൊണ്ട് വരാമായിരുന്നില്ലേ? കാര്യങ്ങളുടെ ഗൗരവം എന്താന്ന് ശരിക്കറിയാവുന്ന ആനന്ദേട്ടനാണോ ഇത് പറയുന്നേ? അവിടെ നമ്മുടെ അഖി ശ്യാമൻ, ഇവിടെ നമ്മളെല്ലാവരും ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ എത്ര ദിവസമായി വേദനിക്കുന്നു. ഇനിയെങ്കിലും എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിനെന്താ വേണ്ടത്? അത് തീരുമാനിക്കേണ്ടത് താനാ. ഓർത്തോ?
എന്താ നീയും അവരോടൊപ്പം പോകുന്നില്ലേ? കേട്ടില്ലേ? ഇപ്പൊ എല്ലാത്തിനും തെറ്റുകാരി ഞാനാ, ഞാൻ മാത്രം. ഒന്ന് മാത്രം ഞാൻ പറയാമേ, അമ്മ ചെയ്തതാ ശരി. എന്ത് വന്നാലും എന്നും എപ്പോഴും ഞാൻ അമ്മയ്ക്കൊപ്പം തന്നെ ഉണ്ടാവും, ഉറപ്പ്. നീ എന്റെ വയറ്റിൽ പിറന്നിട്ടില്ലെന്നേ ഉള്ളൂ. ശരിക്കും നീയാ എന്റെ മോള്. എന്താ ജയന്തി രാത്രിയില്? എന്താ വിളിച്ചേ? എന്താ കാര്യം? കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നിടത്ത് നിൽക്കില്ല മാഡം. ഇവിടെ ആകെ പ്രശ്നം. എന്താ അവിടെ എന്താ പ്രശ്നം? മാഡം, ശ്യാമി അഖിലും നമ്മൾ വിചാരിച്ച പുള്ളികളല്ല. രണ്ടാളും കൂടി വീണ്ടും രക്ഷിതാക്കളെ കണ്ട് വീട്ടിൽ കയറി അവരെ സോപ്പിട്ടോണ്ടിരിക്കുക. എന്നിട്ടെന്താ, അതിലെ മിക്ക കുട്ടികളും അവളുടെ അടുത്ത് പാട്ട് പഠിക്കാന്ന് വരാന്നേറ്റു. പുതിയ ചില കുട്ടികളും വരാന്നേറ്റു. രണ്ടും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അയ്യോ, അത് പ്രശ്നമാണല്ലോ. നാളെ രാവിലെ വീണ്ടും അവള് ക്ലാസ് തുടങ്ങും. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? അതിനിപ്പോ ഞാൻ ജയന്തിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരണോ? ഓ, മനസ്സിലായി. അന്ന് പിള്ളേരെ പുകച്ച് പുറത്ത് ചാടിച്ച പോലെ നമ്മുടെ വറ്റൽ മുളക് പ്രയോഗം, അതല്ലേ മാഡം ഉദ്ദേശിച്ച്? തീയിൽ വറ്റൽമുളക് മാത്രമല്ല, കുറച്ച് കുരുമുളകും കൂടി വാരിയിട്ടേക്ക്. ഇനി ഒരെണ്ണവും പാട്ട് പഠിക്കാനൊന്നും പറഞ്ഞ് ആ വഴി വരരുത്. കുരുമുളകൊക്കെ ഇവിടെ ആവശ്യം പോലെ സ്റ്റോക്ക് ഉണ്ട് മാഡം. എല്ലാത്തിനെയും ഞാൻ പുകച്ച് പുറത്ത് ചാടിക്കും. അപ്പൊ ശരി മാഡം. ഇത്തവണ ഞാൻ തോക്കില്ല. നോക്കിക്കോ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. ഓ, അന്നപ്പോ ഇവരാണത് ചെയ്തതല്ലേ? നാളെ കുരുമുളകും വറ്റൽമുളകും കൊണ്ട് എന്റെ ശ്യാമേശിയുടെ ട്യൂഷൻ മുടക്കം ഇങ്ങ് വന്നേക്ക്. എന്നാലേ ഈ അപ്പു വരാണെന്ന് ശരിക്കും അറിയും. കർണാടക സംഗീതത്തിന്റെ അടിസ്ഥാനം സപ്തസ്വരങ്ങളാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതെല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് ടീച്ചർ. ആഹാ, അപ്പൊ എല്ലാവരും എടുക്കറാണല്ലോ. അപ്പോ സപ്തസ്വരങ്ങളിലെ ആദ്യത്തെ സ പായും സപ്തസ്വരങ്ങൾ 4 കാലങ്ങളിൽ പാടുന്നതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോ ഒന്നുകൂടി തുടങ്ങാം. സ പ ഇവ ചലനമില്ലാത്തവയാണ്. പ്രകൃതി സ്വരങ്ങൾ എന്നാണ് പറയുന്നത്. കേട്ടോളൂ. സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ സരി ഗ മ പ ധ നി സ സാ നി ധ പ. പ്രഭേജി, ക്ലാസ് തടസ്സമായോ? സാരില്ല പ്രഭേജി. നാളെ എന്റെ ഇളയമോളുടെ നൂലുകെട്ട് ചടങ്ങാ. ശ്യാമയെ ക്ഷണിക്കാനാ ഞാൻ വന്നേ. ഓ അതെയോ? ഒരു 11 മണിയാവും ചടങ്ങിന്. ശ്യാമ ക്ലാസ് കഴിഞ്ഞ് വന്നാ മതി. ഉറപ്പായും വരണം. അതിനെന്താ, ഞാൻ വരും. ഉറപ്പായിട്ട് ഞാൻ വരും. പിന്നെ നിമിമോളുടെ ശബ്ദം കൊള്ളാട്ടോ. കുറച്ച് ക്ലാസ് കൂടി കഴിയുമ്പോ അവള് നന്നായിട്ട് പാടിക്കോളും. അതൊക്കെ ശ്യാമയുടെ മിടുക്ക് പോലെ ഇരിക്കും. എന്നാ ഞാൻ പൊക്കോട്ടെ? ഓ ആയിക്കോട്ടെ മോളെ. ടാറ്റാ.
അപ്പൊ നമുക്ക് തുടങ്ങാം. ആ സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ ഇനിയിപ്പോ പീ ആവാൻ പോവാ, കാണിച്ചു തരാടി. ഇന്ന് മുളക് ശരിക്കും പവർ കൂട്ടിയിരിക്കട്ടെ. ഇന്ന് പുകയടിച്ച് മൂക്കരിഞ്ഞാ മാത്രം പോരാ, എല്ലാത്തിന്റെ മുഖവും പൊള്ളണം. ഇവിടെ ഇരിക്കട്ടെ. പുക എല്ലാത്തിന്റെ മൂക്കി തന്നെ അടിച്ചു കയറ്റണം. ദാ, ഇത് മതി. ഇന്നത്തോടെ ഇവരുടെ പുകയിടൽ ഞാൻ തീർക്കും. നോക്കിക്കോ. ഇനി അടുപ്പിച്ചെന്ന് ഈ കനലെടുത്തിട്ട് വരാം. അപ്പൊ ഇതാണല്ലേ പരിപാടി. എന്റെ ശ്യാമേച്ചിയുടെ ക്ലാസ് വിളിക്കാനാണ് നോക്കുന്നതല്ലേ? അത്രയ്ക്കായോ? ഇന്ന് ജയന്തി ഏട്ടത്തി അനുഭവിക്കാൻ പോകുന്ന. കാണിച്ചു തരാം. പഠിപ്പിരി ഇന്ന് തുടങ്ങി തീർത്തു തരാം. ഇനി പാട്ടുകാരി ശ്യാമേ, ഇന്ന് ഇന്ന് ഞാൻ തീർത്ത് തരാടി നിന്റെ ഒരു ശരീരമപ്പ. ഇനി ശ്യാമേ, ദാ പിടിച്ചോ. ഇപ്പൊ തീർത്തു തരാം. എല്ലാം പറയാം. ചിരിച്ചിരിച്ച് വയ്യ. അപ്പോ കാര്യം പറ നീ. അപ്പോ നീ കാര്യം എന്താന്ന് പറ. എന്റെ ചേച്ചിയുടെ ക്ലാസ് കൊടുക്കുന്നത് ഈ ഏട്ടത്തിയാ. ചേച്ചി പുകയ്ക്കുന്നതാ. ഞാൻ കാണിച്ചു തരാം. ദാ അവിടെ കണ്ടോ?
അയ്യോ എന്തൊരു നീറ്റല്. ആ രംഗം കാണാൻ നമുക്ക് ഭാഗ്യമില്ലതായാലും മോളെ. അവിടെ ശ്യാമയുടെ ട്യൂഷൻ പിള്ളേര് ഇപ്പൊ എരിപൊരി കൊണ്ട് ഓടുകയാവും. നമ്മൾ വിചാരിച്ച പോലെ അല്ല ജയന്തി ചേച്ചി. ആള് മിടിക്കുക, എല്ലാത്തിനെയും പുകച്ച് പുറത്ത് ചാടിച്ചു കാണും. പറഞ്ഞു നാവെടുത്തില്ല. ജയന്തി ആയിരിക്കും. അവിടെ പിള്ളേരുടെ ഓട്ടവും ശ്യാമയുടെ സങ്കടവും എല്ലാം പറയാൻ വിളിക്കുകയായിരിക്കും ചിലപ്പോ. നോക്കട്ടെ. ഇത് ശ്യാമയാണല്ലോ. നമ്മളെ സംശയം കാണും. കുട്ടികൾ പോയ സങ്കടം പറയാൻ വിളിക്കുന്നതാവും. മമ്മി എടുക്കെന്തായാലും ഒന്നും അറിഞ്ഞതായി ഭാവിക്കണ്ട. ഹലോ ശ്യാമ, എന്താ? ഇത്തവണ ആ പഴയ ട്രിക്ക് ഏറ്റില്ല. കുട്ടികളെ പുകച്ചോടിക്കാനേ നിങ്ങൾ കണ്ടുപിടിച്ച ആള് അത്ര പോരാ. സംഭവം ചീറ്റിപ്പോയി. എന്താ എന്താ നീ പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നോടുള്ള വാശി തീർക്കാൻ ഒന്നുമില്ലെങ്കിലും നിങ്ങളും കുറെ കാലം കുട്ടികളെ സംഗീതം പഠിപ്പിച്ചതല്ലേ. എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടി ഇത്രമാത്രം തരം താഴ്ന്നു പോകരുതായിരുന്നു. ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? കാര്യങ്ങൾ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ തെളിച്ചു പറ. ഒന്നും മനസ്സിലായില്ലെങ്കിലേ ഒരു തെളിവ് ഞാൻ അങ്ങോട്ട് മാഡത്തിന് സെൻഡ് ചെയ്തിട്ടുണ്ട്. അമ്മയും മോളും കൂടി അതൊന്നെടുത്ത് നോക്ക്. അവളെന്തോ തെളിവ് അയച്ചിട്ടുണ്ടെന്ന്. അല്ല, ഇതാരാ? മമ്മി ഇത് അവരാ, ആ ജയന്തി. നമ്മുടെ പ്ലാൻ പൊളിഞ്ഞു മോളെ. അപ്പോ നന്നായിടാ, മിടുക്കൻ. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ജയന്തി അടുത്തിടെ മുഖം കാണാൻ നല്ല രസമായിരുന്നു. അപ്പോ നീ എന്താ ഈ കാര്യങ്ങളൊന്നും ചേച്ചിയോട് പറയാതിരുന്നേ? ഞാനിങ്ങനെ ഒരു സൂത്രം പ്ലാൻ ചെയ്യുന്ന കാര്യം ചേച്ചി അറിഞ്ഞാലേ, എടാ അപ്പു അത് വേണ്ട, അയ്യോ പടക്കം അത് പൊട്ടിയ ജയന്തി ഏട്ടത്തേക്ക് എന്തെങ്കിലും പറ്റും, നമുക്ക് ക്ഷമിക്കാം പോട്ടെ എന്നല്ലേ പറയുള്ളൂ. ശരിയല്ലേ? അത് പിന്നെ ആ അപ്പോ പറഞ്ഞത് ശരിയാ. ശ്യാമ അങ്ങനെ പറയൂ. അപ്പൊ ഞാൻ കരുതി സംഭവം നടന്നു കഴിഞ്ഞിട്ട് എല്ലാവരും അറിഞ്ഞാ മതിയെന്ന്. ശ്യാമേച്ചി വേദനിപ്പിക്കുന്നത് അപ്പൂന് സഹിക്കില്ല. ഞാനതിന് സമ്മതിക്കില്ല, ഇനിയും സമ്മതിക്കില്ല. നിങ്ങൾ നോക്കിക്കോ. അപ്പോ അവനെ ഇന്ന് ഞാൻ റെഡിയാക്കുന്നുണ്ട്. അവൻ എന്റെ മുഖം പൊള്ളിച്ചല്ലേ, ഇന്ന് അവന്റെ മുഖം ഞാൻ പൊള്ളിക്കും. അയ്യോ എന്റെ മുഖം എന്തൊരു നീറ്റല്ല ഇത്, എന്റെ ദേവിയെ. ഇരുന്ന് സുഖിക്കുക. പൊള്ളലിന്റെ വേദന എന്താന്ന് ഞാൻ ഇന്ന് നിന്നെ അറിയിക്കോടാ. എന്താ പറ്റിയ?
ഇപ്പൊ എന്റെ കൈ